എൻ്റെ ഡ്രസ് സ്റ്റൈലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ? വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഞങ്ങൾ ഭയങ്കര ചർച്ചയിലാട്ടോ എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഫൈനലി ഫോർട്ട് കൊച്ചി ഡിസൈഡ് ചെയ്തു. വേഗം ഒരു ക്യാബ് പിടിച്ചു, നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വിട്ടു. എനിക്ക് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വിനി ചേച്ചി ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് കൊടുങ്ങല്ലൂർ പോകാമെന്നാണ്. കൊടുങ്ങല്ലൂരെങ്കിൽ കൊടുങ്ങല്ലൂർ സാരില്ല, കൊടുങ്ങല്ലൂർ അമ്മേനെ പോയി കാണാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ തിരിച്ചു വരുന്ന ടൈമിങ് രാത്രി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വിട്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നതാണ് വിനി ചേച്ചി, എൻ്റെ കൂടെ ഇരിക്കുന്നത് സി ചേച്ചി. സി ചേച്ചി ഒരുപാട് മൂവീസിലെല്ലാം ഡ്രസ് ഡിസൈനിങ്, കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ആമീൻ മൂവിയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ഇയർ എനിക്ക് അത്ര ഓർമ്മയില്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ എടുത്തു പറയാത്തത്. ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കൂടാതെ മമ്മൂട്ടിക്കും ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പ്രൊജക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നു, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വിനി ചേച്ചിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയാം, അതിന് ഒരു അവസരം വരുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ എത്തിയത് പ്രിൻസസ് സ്ട്രീറ്റ്. എൻ്റെ ഫേവറേറ്റ് സ്ട്രീറ്റാണിത്. ഇവിടെ എത്ര ഷോപ്പ് ചെയ്താലും മതിയാവില്ല. ഇവിടെ അങ്ങനെ വിലയൊന്നുമില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി കൊച്ചി കോൺവെൻറ്റ് ജംഗ്ഷനിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെയാണ് കൂടുതൽ സെലക്ഷൻ ഉള്ളതായിട്ട് തോന്നിയതും കൂടുതൽ വെറൈറ്റീസും. മാത്രമല്ല ഇവിടെയുള്ള ഷോപ്പ് വെഞ്ചേഴ്സ് എല്ലാം നല്ല അടിപൊളിയാണ്. ആദ്യം തന്നെ കയറിയത് ഈ കോർണറിലുള്ള ഫസ്റ്റത്തെ ഷോപ്പിൽ തന്നെയാണ്. ഷോപ്പിൻ്റെ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. സ്പൈസസ് ഉണ്ട് അവിടെ, ഇഷ്ടം പോലെ സോവനിയേഴ്സ് ഉണ്ട്. നല്ല പേസ്റ്റൽ കളറിലുള്ള ഡിസൈൻസ്, ഡ്രസ്സസ്, ടോപ്സ്, സിംഗിൾ ഡ്രസ്സസ്, ഇങ്ങനത്തെ വൈറ്റ്സൊക്കെ കണ്ടോ? ഇതെല്ലാം 750 ഉള്ളൂ കേട്ടോ. ലെങ്ത്ത് ഉണ്ടെങ്കിൽ അതിന് 1200 ആ റേഞ്ചിലൊക്കെയാണ്. ഞാൻ വിചാരിച്ചത് ഫോർട്ട് കൊച്ചി ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, ഫോറിനേഴ്സ് ഉള്ളതുകൊണ്ട് എന്നൊക്കെയാണ് വിചാരിച്ചത്. ഫോറിനേഴ്സ് ആണല്ലോ ഇവിടെ കൂടുതലും, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട്. ഈ കാണുന്ന കഥകളിയുടെ ഈ 2 ഐറ്റം ഞാൻ എടുത്തു വെച്ചതാണ് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ചുമയൊക്കെ വന്നപ്പോൾ ഓപ്പോസിറ്റ് കടയിൽ ഞാൻ ചിക്ക് വാങ്ങാൻ വേണ്ടി പോയി. അതായത് വിക്സ് കിച്ച് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പിന്നെ ഞാൻ മറന്നുപോയി അതെടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വിട്ടുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാനൊരു ഷോപ്പിൽ അത് കണ്ടില്ല കേട്ടോ. പകരം ഞാൻ വേറെ 1-2 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെന്നൈയിലുള്ള ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെയൊക്കെ അടിപൊളി സാധനങ്ങളാട്ടോ. ഞങ്ങൾക്ക് കേരളയിലല്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല നല്ല കുട്ടി സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. നല്ല അടിപൊളി വൈറ്റ് ടോപ്സൊക്കെ ഇവിടെയുണ്ട്. ഡൈ ചെയ്യാം. മാത്രമല്ല നമുക്ക് നല്ല ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ യൂണിഫോമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഡ്രസ്സസൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലുമുണ്ട്. ഇതിങ്ങനത്തെ കുട്ടി ഗിറ്റാർ, പിന്നെ ചെറിയ ടേപ്പ് റെക്കോർഡ്സ്, ഇതുപോലുള്ള ചെറിയ ആൻറ്റിക് പീസസൊക്കെ ഇവിടെ നല്ലോണം കിട്ടും. പിന്നെ കുട്ടി ബാഗ്സ്, ഹാൻഡ് ബാഗ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസാണ്. എത്ര നടന്നാലും തീരില്ല. ഞങ്ങൾ 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട്, വി ആർ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ തകർത്ത് നടക്കുമായിരുന്നു കേട്ടോ. എങ്കിലോ വിനി ചേച്ചി ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ചുമയായതുകൊണ്ട് തണുപ്പ് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ വിക്സ് ഗുളിക വായിലിട്ടിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ ഈ ഒരു സ്ട്രീറ്റ് കണ്ടോ, എനിക്ക് ശരിക്കും ഇത് പോണ്ടിച്ചേരി പോലെയൊക്കെ തോന്നാറുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്സിലും കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. കുട്ടി പർച്ചേസുകളും ചെയ്തു. ചിലതെല്ലാം വില ചോദിച്ചു. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതെല്ലാം കാണുമ്പോൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ കോസ്റ്റിംഗ് ഒക്കെ ചോദിച്ച്, പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടാണ്ടാവുമ്പോൾ തിരിച്ചവിടെ വന്ന് പർച്ചേസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഇല്ലേ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ എക്സിബിഷനിലൊക്കെ നടക്കുന്ന മാതിരി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ആ ബാഗ് കണ്ടപ്പോൾ വിനി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വാങ്ങിക്കുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ പോരെ, ചോദിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം, അന്വേഷിക്കാം, എന്നിട്ട് വേറെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇവിടെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവിടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ ആ ഒരു ബാഗ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ബാഗ് കാണാൻ വേണ്ടിയിട്ട് ആ ബാഗിൻ്റെ റേറ്റ് വന്നിട്ട് 1200 സംതിങ് ആണ് അവർ പറഞ്ഞത്. പക്ഷേ അത്രയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധാരണ ഒരു കോട്ടൺ ബാഗാണ്, അകത്ത് എന്തോ ക്വിൽട്ട് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചിവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യാതെ ഇപ്പം തന്നെ വാങ്ങണോ, ഇനി ഞങ്ങൾ വേറെ സ്ട്രീറ്റിലൊക്കെ പോയി ഇങ്ങോട്ട് തന്നെ മടങ്ങി വരുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് തലേന്ന് വിട്ടുപോയിട്ടോ, ഞങ്ങൾ ജസ്റ്റ് അതങ്ങനെ മറന്നേ പോയി. പിന്നെ അങ്ങനെ കുറച്ച് നേരം പിന്നെയും ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ട്രീറ്റ്, ഇഷ്ടം പോലെ ഷോപ്സും
ഒന്നും പറയണ്ട. അവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ശരിക്കും എനിക്ക് പോണ്ടിച്ചേരി പോലെ തന്നെയാണ് തോന്നിയത്. ചിലർ കഞ്ചാവ് അടിച്ചിട്ട് അവിടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നടക്കണ കണ്ടു. അതൊന്നും ഞാൻ വീഡിയോയിലേക്ക് എടുത്തില്ല. പിന്നെ ഈ ബിൽഡിങ്സിൻ്റെ കളർ നോക്കൂ, എന്തൊരു ഭംഗിയാണല്ലേ. ഇതെല്ലാം നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇങ്ങനത്തെയൊക്കെ ഒരു ആൻറ്റിക്സ് ഹെറിറ്റേജ് അങ്ങനെയുള്ള നല്ല നല്ല കോഫി ഷോപ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ കോഫി ഷോപ്പാണ്. ഇത് ഭംഗി കാണാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് കാണാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് കോഫി എല്ലാം കുടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കോഫി കുടിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് എനിക്ക് ഭയങ്കര കിച്ചൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ കോഫി ആസ്വദിക്കുന്ന ആ തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇതിങ്ങനെയുള്ള കാർപ്പറ്റ്സ്, പേൾസ്, റഗ്സ് അങ്ങനെയുള്ള അടിപൊളി സാധനങ്ങൾ എല്ലാം നല്ലൊരു നമ്മൾ കാശ്മീരിൽ പോയി പെട്ട ഒരു ഫീലാണ് അവിടെയുള്ള ഈ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റെല്ലാം ഞങ്ങൾ ചോദിച്ചു. പിന്നെ ഈ ഒരു മരം കണ്ടപ്പോൾ എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. എനിക്കിത് കാണുമ്പോൾ എന്താ, മൂന്നാം പക്കം മൂവിയിൽ ഇടയ്ക്കിടയ്ക്ക് ജയറാമിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ മരണത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒരു തെങ്ങ് കാണിക്കില്ലേ വളഞ്ഞു കുത്തിയിട്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്ന മാതിരിയാണ് എനിക്ക് ഈ മരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തോ ഒരു ഷേപ്പ് ആ മരത്തിന്. അങ്ങനെ പിന്നെയും ഞങ്ങൾ മുന്നോട്ട് നടക്കുകയായിരുന്നു. കുറേ നടന്ന് എത്ര നടന്നിട്ടും കാലും കഴിക്കുന്നില്ല, ക്ഷീണവും വരുന്നില്ല, മടുപ്പും വരുന്നില്ല. നമ്മൾ 3 പേർക്കും ഒരേ വൈബാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തത്. ഇതൊക്കെ കണ്ടെങ്കിൽ ഈ സിൽക്ക് സ്കാർഫ്സൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഫോർട്ട് കൊച്ചി വിശേഷങ്ങൾ തീരുന്നില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കോമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.